അപ്പോൾ നമ്മൾ ഇന്ന് ഡേ 4 ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോകുന്നത് കോറൽ ഐലൻഡിലാണ്. കോറൽ ഐലൻഡിൽ ഫോൺ കൊണ്ടുപോയില്ല ഞാൻ, കാരണം വെള്ളത്തിലെങ്ങാനും വീണ് പോയാലോ. അതുകൊണ്ട് അവിടെ വന്നവരെ കൊണ്ട് ഞാൻ ഫോട്ടോ ഒക്കെ എടുപ്പിച്ച് ഞാൻ പാരാസെയിലിംഗ് ഒക്കെ ചെയ്തു, ബീച്ചിലൊക്കെ പോയി. പിന്നെ അണ്ടർ വാട്ടർ വാക്കിംഗ് ഉണ്ടായിരുന്നു, അതൊക്കെ ട്രൈ ചെയ്തു. എന്നിട്ട് നേരെ നമ്മൾ തായ് ഫുഡ് കഴിക്കാൻ പോയി. തായ് ഫുഡിൽ ചിക്കൻ ഡിഷസൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഫിഷ് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. അതിനുശേഷം നമ്മൾ നേരെ പോയത് ഫ്ലോട്ടിംഗ് മാർക്കറ്റാണ്. എനിക്ക് ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം നമ്മൾ ആദ്യം ഒരു ബോട്ടിൽ കയറിയിട്ടാണ് നമ്മൾ ഇതൊരു ലോക്കൽ സ്റ്റോറാണ്, നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങാം, അങ്ങനെ ഷോപ്പിങ്ങിന് പോലായിരുന്നു. ബട്ട് ആദ്യം നമ്മളൊരു ബോട്ടിൽ കയറിയിട്ട് ഈ മാർക്കറ്റിൻ്റെ അതർ എൻഡിൽ നമ്മളെ കൊണ്ട് ഇറക്കും. ആ എൻഡിൽ നിന്ന് നമ്മൾ പിന്നീട് വാക്ക് ചെയ്ത് കടകളൊക്കെ കണ്ട് കറങ്ങി പുറത്തൂടെ വരണം. അപ്പം ഞാൻ നല്ലൊരു കണ്ണാടിയൊക്കെ വെച്ച് ബോട്ടിലിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അവരിങ്ങനെ കൊണ്ടുപോകും നമ്മളെ. ആ ബോട്ടിലിരിക്കാൻ നല്ല രസമാണ്. ലൈക്ക് നമ്മളിങ്ങനെ ഒരു പഴയ മോഡൽ, പണ്ടത്തെ തായ്ലാൻഡ് എങ്ങനായിരുന്നു എന്നാണ് അവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. പണ്ട് ഏൻഷ്യൻ ടൈമിൽ എങ്ങനായിരുന്നു എന്നുള്ള പണ്ടത്തെ കടകൾ അങ്ങനത്തെ രീതിയിലാണ് അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അത് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, കാണാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അവിടെ കുറേ തായ് ഫുഡ് ഒക്കെ നമുക്കുണ്ടായിരുന്നു. ഞാൻ ഒന്നും ട്രൈ ചെയ്തില്ല. ക്രോക്കഡൈൽ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അവിടെ കൂടെ വന്നൊരു കുറേ പേര് ട്രൈ ചെയ്തു. പക്ഷേ എനിക്കെന്തോ കണ്ടപ്പോൾ തന്നെ കഴിക്കാൻ തോന്നിയില്ല. ഞാൻ അതുകൊണ്ട് ഈ വ്യൂ ഒക്കെ എൻജോയ് ചെയ്ത് ഇങ്ങനെ ഇരുന്നിരുന്ന് പോവാണ്. എന്നാൽ കുറേ അത്യാവശ്യം ദൂരമുണ്ട് കേട്ടോ ബോട്ടിൽ നമുക്ക് പോകാനായിട്ട്. അവരിങ്ങനെ കറക്കി അവിടെ എല്ലാം കാണിക്കും, ഒരു പഴയ മോഡൽ. അവിടെ പിന്നെ കണ്ടോ ഇങ്ങനെ ട്രഡീഷണൽ ഡാൻസസ് അങ്ങനെ പരിപാടികളൊക്കെ കൊണ്ടുവന്നപ്പം ഞങ്ങൾ തന്നെ ഫുള്ള് കറങ്ങി സാധനങ്ങളൊക്കെ വാങ്ങി. ഞാൻ പ്രത്യേകിച്ചൊന്നും വാങ്ങിയില്ല, കുറച്ച് ജ്വല്ലറീസ് പോലെ വാങ്ങി. പിന്നെ എൻ്റെ ബ്രദർ കുറേ ഇങ്ങനത്തെ ഫാനൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനത്തെ സാധനമൊക്കെ വാങ്ങി. നമ്മൾ നേരെ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. അടുത്ത സ്ഥലത്ത് പോകുന്ന ഞങ്ങൾക്കൊരു ഷോ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഷോയ്ക്ക് നേരെ ഓപ്പോസിറ്റ് ഒരു ഫ്രൂട്ട് ഫെസ്റ്റോ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു. സോ അവിടെ നിന്ന് കുറേ ഫ്രൂട്ട്സൊക്കെ നോക്കി. പിന്നെ നമ്മൾ ആ ഷോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. ഇറ്റ് വാസ് വൺ ഓഫ് ദ ഫേമസ് ഷോസ് ഇൻ തായ്ലൻഡ്. നമ്മൾ അൽക്കസാർ ഷോ ആണ് കണ്ടത്. സോ നൗ ഇറ്റ്സ് ദ നെക്സ്റ്റ് ഡേ. എന്നിട്ട് നമ്മൾ നേരെ പോയത് ജെംസ് ഡിസ്കവറിയിലോട്ടാണ്. അവിടെ നമ്മൾ പണ്ട് കാലത്ത് എങ്ങനെ ജെംസ് അവർ ഡിസ്കവർ ചെയ്തതെന്നൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ ഒരു ഷോറൂമുണ്ട്, ഓർണമെൻറ്റ്സ് ഒക്കെ വാങ്ങാം. അവിടെ നമ്മൾ നേരെ പോയത് ടൈഗർ ടോപ്പിയോയിലാണ്. സോ നമുക്കിവിടെ ടൈഗറായിട്ട് ഫോട്ടോസൊക്കെ എടുക്കാം. ഞാൻ ഇതിന് വേണ്ടിയാണ് അവിടെ നിന്ന് വന്നത് തന്നെ. സോ ഞാൻ പേടിയുണ്ടായിരുന്നു, സ്റ്റിൽ ഇറ്റ് വാസ് നോട്ട് ദാറ്റ് മച്ച്. പിന്നെ അവിടെ നമുക്ക് ക്രോക്കഡൈലായിട്ടൊക്കെ എടുക്കാം, അതിന് നമ്മൾ സെപ്പറേറ്റ് കൊടുക്കണം. മറ്റേത് ഞങ്ങളുടെ ടൂർ പാക്കേജിൽ തന്നെ ഉള്ളതായിരുന്നു. സോ ഇവിടെ ഇങ്ങനെ ക്രോക്കഡൈൽസ് ഇത് കണ്ട പ്രതിമയാണെന്ന് തോന്നും, പക്ഷെ അല്ല. പിന്നെ നമ്മൾ പോയത് നുങ് വില്ലേജിലായിരുന്നു. ഇറ്റ് വാസ് സോ ഗുഡ്. അവിടെ ഭയങ്കര ഫോട്ടോ എടുക്കാനും കാണാനൊക്കെ ഭയങ്കര രസമുള്ള സ്ഥലമായിരുന്നു. ഇറ്റ്സ് എ ഹ്യൂജ് സ്ഥലമാണ്. അവിടെ ആദ്യം നമുക്ക് കുറേ ഇങ്ങനെ പ്ലാന്റിൻ്റെയും ഇങ്ങനെയൊക്കെ കാണാം. പിന്നെ കുറേ ഗാർഡൻ കണക്കുണ്ട്. പിന്നീട് ഡൈനസോഴ്സ്, ആനിമൽസിൻ്റെ ഒക്കെ കുറേ രൂപം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, അതും കുറേ ഉണ്ട്. നമുക്ക് ഫുൾ കറങ്ങി കാണാം, ഇഷ്ടം പോലെ ഉണ്ട്. ബട്ട് നമുക്ക് എല്ലാത്തിനുള്ള ടൈം കിട്ടത്തില്ലായിരുന്നു, കാരണം നമുക്കിതിന് ശേഷം ഒരു ഷോ ഉണ്ടായിരുന്നു. സോ ആദ്യം ഞങ്ങളെ ഇങ്ങനൊരു വണ്ടിയിൽ അവർ കൊണ്ടുപോകും. സോ നമുക്ക് അവിടെ ഇരുന്ന് കാണാം. പിന്നെ അല്ലാതെ നമ്മൾ കുറച്ച് നടന്ന് കാണണമായിരുന്നു. അപ്പോൾ വണ്ടി ഇരുന്ന് കാണുന്നതൊക്കെ കൊള്ളായിരുന്നു. ഒരുപാട് ഉണ്ട്. അവിടെ പണി വീണ്ടും നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ ചെന്നപ്പം ഒത്തിരി ബാക്കി ഇനിയും വർക്ക്സ് ഗോയിങ് ഓൺ ആണ്. പക്ഷേ ഇറ്റ്സ് വെരി ഗുഡ്. ലൈക്ക് ഇത്രയും അവരെല്ലാം പണ്ടേ ഉണ്ടാക്കിയ സാധനങ്ങളാണ്, കുറേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ആ വെയിലത്ത് മൊത്തം ചുറ്റി കറങ്ങി എൻ്റെ ഫേസ് നല്ല ടാൻഡ് ആയിട്ടുണ്ട്, അത് കാണുമ്പോൾ തന്നെ അറിയാം. അതിന് നമ്മൾ നേരെ അടുത്തൊരു ഷോയ്ക്കാണ് പോയത്. ഇത് നമ്മൾ ഇന്നലെ കണ്ട അൽക്കസാർ ഷോ പോലെ ഇവിടുത്തെ കുറേ ട്രഡീഷൻ ഡാൻസസ്, ഫൈറ്റ്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. അതായിരുന്നു ഈ ഫസ്റ്റ് ഷോ. അങ്ങനെ നൗ വി ആർ ദ സെക്കൻഡ് ഷോ. അതൊരു എലിഫൻറ്റ് ഷോ ആണ്.
ഷോസ് എല്ലാം കഴിഞ്ഞിട്ട് നേരെ പോയത് ബിഗ് ബുദ്ധ ടെമ്പിളിലോട്ടായിരുന്നു. ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ ടു സീ. സോ ദിസ് ഈസ് ദ ഫൈനൽ ഡേ ഓഫ് ആർ ട്രിപ്പ്. അപ്പം നമ്മൾ ഫസ്റ്റ് പട്ടായയിൽ നിന്ന് 2 hour ലോങ് ഡ്രൈവിന് ശേഷം നമ്മൾ ബാങ്കോക്കിലെത്തും. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നേരെ ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്ക് എയർപോർട്ടിൽ എത്തി. എന്നിട്ട് എയർപോർട്ടിൽ നിന്ന് ഫസ്റ്റ് നമ്മൾ ഫ്രം ബാങ്കോക്ക് ടു മലേഷ്യ ആയിരുന്നു നമ്മുടെ ഫ്ലൈറ്റ്. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് ഫ്ലൈറ്റ്. നമ്മൾ അങ്ങോട്ട് പോയ പോലെ തന്നെ ആയിരുന്നു തിരിച്ചും, ബാങ്കോക്ക് ടു മലേഷ്യ. എന്നിട്ട് ദ നെക്സ്റ്റ് ഫ്ലൈറ്റ് ഈസ് ഫ്രം മലേഷ്യ ടു ട്രിവാൻഡ്രം. അപ്പോൾ ഇതാണ് നമ്മുടെ മലേഷ്യ ടു ട്രിവാൻഡ്രം ഉള്ള ഫ്ലൈറ്റ്. സോ ദാറ്റ്സ് all for my Thailand trip vlog. Hope you all enjoyed it, and if you want more videos like this, don't forget to subscribe and leave a comment. See you in the next video. Bye.